എന്തിനാണ് വെളിച്ചം എന്ന് പറയുന്നത്? ആത്മാവിൻ്റെ വെളിച്ചം. ആത്മാവിൻ്റെ വെളിച്ചമായി എവിടെയും നമുക്ക് പ്രകാശം നൽകുന്ന ദീപ്തമായ ആത്മാവാക്കി നമ്മുടെ ആത്മാവിനെ പ്രകാശിക്കുന്ന നിലയിലാക്കി നിർത്തുന്ന ആ പ്രകാശമാണ് ദിവ്യപ്രകാശം. ദിവ്യപ്രകാശമാണ്, അണയില്ല എന്ന് നമ്മൾ ഇന്നലെ നടത്തിയ നമ്മുടെ സെമിനാറിലെ പ്രധാനമായ പ്രമേയമാണ്. ഈ പ്രമേയം വളരെ വസ്തുതയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മൾ കേട്ടല്ലോ പലതും. ദിവ്യപ്രകാശമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ദിവ്യപ്രകാശം. ഈ പ്രകാശം നമ്മൾ ഓർക്കാതെ, നമ്മൾ അറിയാതെ നമ്മുടെ ആത്മാവിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാവ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മുടെ ശരീരം രൂപം കൊണ്ട് അതിന് ജീവൻ നൽകുന്ന വേളയിൽ തന്നെ ഈ ഒരാത്മാവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധപ്പെടുത്തിയത്. അള്ളാഹു മുഅ്മിനീങ്ങളെയും അവിശ്വാസികളുടെയും ആത്മാവുകൾ തരംതിരിച്ചുകൊണ്ട് തന്നെയല്ലേ ആത്മീയ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ലുത്ഫ് എന്ന മഹത്തായ സൗഭാഗ്യം, തൗഫീഖ് എന്ന് പറയുന്ന മഹത്തായ സൗഭാഗ്യം, അവസാനം അവർ നന്നായി മരിക്കുന്നതിന് നിദാനമാകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ റഹ്മത്ത് എന്താണോ ആ റഹ്മത്ത് എന്ന ലുത്ഫ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആത്മാക്കൾക്ക് പ്രസാദിച്ചുകൊണ്ടും ഈ ആത്മാക്കൾക്ക് സമ്മാനിച്ചുകൊണ്ടുമാണ് മുഅ്മിനീങ്ങളുടെ അർവാഹിന്റെ ലോകത്ത് ഒരുമിച്ച് കൂടുന്നത്.